ഹലോ എവരിവൺ, നമ്മുടെ പ്ലാന്റ് ടാങ്ക് റീസെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി. നമ്മൾ ഈ ഒരു വലിയ ഫിൽറ്ററാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് നമുക്ക് മാറ്റണം. പിന്നെ നമ്മളിതിൽ പ്രധാനമായിട്ട് കൊണ്ടുവന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് സൈഡിലായിട്ട് വെച്ചിരുന്ന ഡ്രിഫ്റ്റ് വുഡ് നമ്മുടെ നടുക്കൊരു സെൻട്രൽ പീസായിട്ട് നമ്മൾ വെച്ചു ഇങ്ങനെ. പിന്നെ നമ്മൾ നേരത്തെ വെച്ചിരുന്ന കണക്ക് തന്നെ കല്ലുകൾ നമ്മൾ കുറച്ചിട്ട് ബാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കൂടുതലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കബമ്പ എന്ന് പറയുന്ന പ്ലാന്റ് നമ്മളിവിടെ ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റെം പ്ലാന്റ് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി. പിന്നെ നമ്മൾ ഈ വാഡിസ്നറിയ ഈ ഒരു ടാങ്കിൻ്റെ പകുതിയോളം ഫില്ലായാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കി കുറച്ച്. എന്നിട്ട് അത് കുറച്ചുകൂടെ പുറകിലോട്ട് മാത്രമായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ചുകൂടെ ഒരു ഫ്രണ്ടിൽ കുറച്ചുകൂടെ ഏരിയ നമ്മൾ ഫ്രീ ആക്കി കൊടുത്തു. പിന്നെ നമ്മൾ അനൂബിയാസാണ് പിന്നെ ഉള്ളത്. അനൂബിയാസിൽ ഈ ഒരു അനൂബിയാസും ഈ ഒരു ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ള അനൂബിയാസും അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ഈ വലിയ അനൂബിയാസും നോക്കുകയാണെങ്കിൽ ഇത് രണ്ടിനുമാണ് നമുക്ക് നല്ലപോലെ ഗ്രോത്ത് വന്നിട്ടുള്ളത്. നമ്മളൊരു ലോടെക് ടാങ്കാണ്, നമ്മൾ വേറെ എക്സ്ട്രാ ഫെർട്ടിലൈസറോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിന് രണ്ടിനും ഗ്രോത്ത് വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അനൂബിയാസ് നേരത്തെ ഒരു സബ്സ്ട്രേറ്റിനോട് ചേർന്ന് തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇതുപോലെ. അപ്പോൾ ഇതിൻ്റെയും വേര് നമുക്ക് ഈ ഒരു സബ്സ്ട്രേറ്റിൻ്റെ അകത്തോട്ട് ഇറങ്ങി. ഞാൻ അത് മുറിച്ച് മാറ്റിയതാണ്. ഇവിടെയാണ് നേരത്തെ അത് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ടെണ്ണം ഇവിടെ കാണുന്നത് ഇതിൻ്റെ വേരുകളാണ്. അപ്പോൾ ഇവിടെ ഈ വേര് ഈ ഒരു സബ്സ്ട്രേറ്റിൻ്റെ അകത്തോട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ലപോലെ ഇതിന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനായിട്ട് പറ്റി. അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ വലിപ്പത്തിൽ നല്ല ബുഷിയായിട്ട് നമുക്ക് വളർന്ന് കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് അനൂബിയാസും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു കോഫി ഫോളിയയും അതേ കണക്ക് തന്നെ നാന, പിന്നെ ഇത് വന്നിട്ട് പിൻറ്റോ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ അത്, പിന്നെ നമ്മുടെ ഈ ചെറിയ വെറൈറ്റി, അതൊക്കെ ഞാൻ ഒരു കല്ലിൽ ഒട്ടിച്ചിട്ട് ഈ ഒരു ബേസിൽ തന്നെ നമ്മൾ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തേക്കാണ്. ഈ റൈസോ മൊത്തത്തിൽ മുങ്ങിപ്പോകാത്ത രീതിയിൽ, ആ ഒരു സബ്സ്ട്രേറ്റിൻ്റെ അകത്താവാത്ത രീതിയിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്, വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വേരിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതേ കണക്ക് തന്നെ നല്ലതായിട്ട് ഗ്രോ ചെയ്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ചെയ്യാനായിട്ട് വന്നു ഇവിടെ നമുക്ക് കുറച്ച് ഹൈഡ്രോകോട്ടേറ്റർ പാർട്ടി എന്ന് പറയുന്നൊരു പ്ലാന്റ് നമ്മൾ ഒരു 3-4 എണ്ണം വെച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അത് അത്ര നന്നായിട്ട് ശരിയായി കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ഇനി ഇവിടെ നമുക്ക് കുറച്ച് മോസുകളും പിന്നെ കുറച്ച് കാർപ്പറ്റ് പ്ലാന്റ്സൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.